ഹലോ മൈ ഡിയർ ട്രേഡേഴ്സ്. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഒരു ചെറിയ ട്രേഡ് ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ഇത് 26 ജാനുവരി മൺഡേയിൽ ന്യൂയോർക്ക് സെക്ഷനിൽ GBP USDയിൽ എടുത്ത ഒരു ട്രേഡിൻ്റെ ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. അതിൻ്റെ ഒരു ടോപ്പ് ഡൗൺ അനാലിസിസ് നമുക്ക് നോക്കാം. ടു ബിഗിൻ വിത്ത്, ഞാൻ ഒരു പുതിയ വീക്ക് ആയതുകൊണ്ടും മൺഡേ ആയതുകൊണ്ടും ഞാൻ നോർമലി എൻ്റെ അനാലിസിസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുന്നത് വീക്ക്ലി ചാർട്ടിൽ നിന്നാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വീക്ക്ലി ചാർട്ടിൽ വന്ന് നോക്കുമ്പം വീക്ക്ലി ചാർട്ടിൻ്റെ ഓർഡർ ഫ്ലോ എന്താണെന്ന് നമ്മൾ നോക്കണം. ഓർഡർ ഫ്ലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പക്ക ബുള്ളിഷാണ്. ഇവിടെ ഒരു ഹയ്യർ ഹൈ ഉണ്ട്, ഒരു ഹയ്യർ ലോ, ആൻഡ് ഇവിടെ പുതിയൊരു ഹയ്യർ ഹൈ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടുന്ന് നമ്മൾ വീക്ക്ലി ചാർട്ടിൽ നോക്കുമ്പോൾ ഇത് താണ്ടെ പ്രീവിയസ് വീക്കിൻ്റെ ക്യാൻഡിലാണ്. ആ ഒരു പ്രീവിയസ് വീക്കിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ഉള്ളത് നമ്മൾ ആദ്യമേ നോക്കും. ഈ ഒരു പ്രീവിയസ് വീക്കിൻ്റെ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തേക്കുന്നത് വിത്ത് ലോട്ട് ഓഫ് ഇൻറ്റൻഷനാണ്. ആൻഡ് അവിടെ ഒരു പക്ക പ്രോപ്പറായിട്ടുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലും കാര്യങ്ങളാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഒരു പുതിയ വീക്കിൻ്റെ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നോർമലി സംഭവിക്കാറ്. വീക്ക്ലിയിലെ നമുക്കൊരു ക്ലാരിറ്റിയും കാര്യങ്ങളും കിട്ടി. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ വന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ഓർഡർ ഫ്ലോ എന്ന് പറയുന്നത് ബുള്ളിഷ് തന്നെയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു ഹയ്യർ ഹൈ, ഒരു ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, വീണ്ടും ഹയ്യർ ഹൈ, ഹയ്യർ ലോ, അങ്ങനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ആൻഡ് നമ്മൾ ആ ഒരു വീക്ക്ലി ചാർട്ടിൽ കണ്ടതിൻ്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബ്രേക്ക് ഔട്ട് നമുക്ക് നമ്മുടെ ഡെയിലി ചാർട്ടിലും കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഡെയിലി ചാർട്ടിൽ നോക്കുമ്പോഴും പ്രീവിയസ് ഡേ ക്യാൻഡിലിനെ ക്ലോസ് ചെയ്തേക്കുന്നത് അതെപ്പോഴും ഇമ്പോർട്ടൻ്റാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലാണ്. ആൻഡ് കണ്ടിന്യൂഷൻ തന്നെയാണ് നോർമലി സംഭവിക്കാറ്. ഞാൻ വീക്ക്ലിയിൽ പറഞ്ഞ പോലെ തന്നെ ഡെയിലിയിലും ഈ സെയിം പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 hour ടൈം ഫ്രെയിമിലെ കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നമ്മൾ 1 hour ചാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നല്ലൊരു അപ്പ് ട്രെൻഡ് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് 26th ഡേ ഓപ്പണിങ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലൊരു ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയേക്കുന്നത്. ആൻഡ് ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഏഷ്യൻ സെഷനിൽ വന്നു, അത് ഫില്ല് ചെയ്തു. പക്ഷേ അവിടുന്ന് ആ ഫില്ല് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ചെറിയ രീതിയിൽ മുകളിലേക്ക് പോയെങ്കിലും ഒരു ഇൻറ്റൻഷൻ കുറവായിരുന്നു മാർക്കറ്റിന്. ആൻഡ് ഓൾസോ നമുക്ക് നോക്കുവാണെങ്കിൽ ലണ്ടൻ സെഷൻ ഈ ഒരു ടൈമിലെല്ലാം മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷനും കാര്യങ്ങളുമാണ്. ന്യൂയോർക്കിൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഈ ഒരു ലണ്ടൻ ലോ എടുത്തതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു പമ്പ് തരണമെന്നാണ്. ആക്ച്വലി 1 hour ഓർഡർ ഫ്ലോയിലെ നമ്മുടെ ഒരു POIയും കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ക്യാൻഡിലാണ്. POI എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓർഡർ ബ്ലോക്കാണ്. ഏതർ നമുക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ മിറ്റിഗേറ്റ് ആകുമ്പോഴത്തേക്കിനും എൻട്രിയും കാര്യങ്ങളും നോക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഓർഡർ ബ്ലോക്കിന് മുകളിലായിട്ട് ഇപ്പം ഫോർ ബൈ പൊസിഷൻ നോക്കുന്നതിന് നമുക്ക് കാര്യമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്താൽ മതി. അപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന സെൽ സൈഡ് ലിക്വിഡിറ്റി ഇതാണ്. ഇത് വെറും ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി കൂടുമല്ല, ഇത് ആക്ച്വലി പ്രീവിയസ് സെഷൻ ലോയും കൂടെയാണ്. അപ്പോൾ ആ ഒരു പ്രീവിയസ് സെഷൻ ലോ എടുത്തതിന് ശേഷം നല്ലൊരു അപ്പ് മൂവ്മെൻ്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിവേ നമുക്ക് നമ്മുടെ എൻട്രിയും കാര്യങ്ങൾക്കുമായിട്ട് 1 minute പോകാം. ഞാൻ നോർമലി എൻട്രി എടുക്കാറ് 1 minute ടൈം ഫ്രെയിമിലാണ്. 1 minute ടൈം ഫ്രെയിമിൽ ഈ ഒരു മാർക്ക് ചെയ്തിട്ടേക്കുന്ന ഈ ഒരു ലൈനാണ് നമ്മൾ 1 hourൽ മാർക്ക് ചെയ്തിട്ടേക്കുന്ന ആ ഒരു ലണ്ടൻ ലോ. ആൻഡ് നമുക്ക് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6:20 നമ്മുടെ മാക്രോ ടൈമിങ് സ്റ്റാർട്ടായിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഗൈസ്. യെസ് ഗൈസ്, ഈ ഒരു പോയിൻ്റ് എത്തിയപ്പോഴത്തേക്കിനും ആ ഒരു ലണ്ടൻ ലോ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു സ്വീപ്പ് എപ്പോഴാണ് അത് ഒരു പ്രോപ്പർ സ്വീപ്പ് ആകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഫ്റ്റർ എ സ്വീപ്പ് നമുക്കൊരു MSS വേണം. എന്നാലേ നമുക്ക് ആ ഒരു സ്വീപ്പ് ഒരു കൺഫർമേഷനായിട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. മാർക്കറ്റ് ഇനി ഒരു MSS തരുമോ എന്ന് നമുക്ക് നോക്കാം. യെസ് ഗൈസ്, ഈ ഒരു പോയിന്റിൽ മാർക്കറ്റ് ആ ഒരു സ്വീപ്പിന് ശേഷം ഒരു പുതിയൊരു ഹൈ ഉണ്ടാക്കി. ദെൻ ആ ഒരു ഹൈയിൽ നിന്ന് വീണ്ടും ഒരു ചെറിയൊരു പുൾ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ഈ ഒരു ന്യൂ ഹൈ എന്നുള്ളൊരു സാധനത്തിനെ മാർക്കറ്റ് നല്ല ഇൻറ്റൻഷനോടെ ബ്രേക്ക് ചെയ്തതാ. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു 650 ക്യാൻഡിൽ മാർക്കറ്റ് അതിനെ നല്ലൊരു ഇൻറ്റൻഷനോടെ ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ആ ഒരു സ്വീപ്പ് കൺഫർമേഷനായിട്ട് എടുക്കാം. നമ്മളിതാ ഈ ഒരു MSS കൺസിഡർ ചെയ്തു.
ആൻഡ് ഇതൊരു ഇൻറ്റേർണൽ MSS ആണ്. ഇൻറ്റേർണൽ MSS കൺസിഡർ ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ക്ലി, ഡെയിലി, 1 hour പ്രോപ്പർ ബുള്ളിഷാണ് ആൻഡ് മൂന്നും അലൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമുക്ക് ഇങ്ങനത്തെ ഈ ഹയർ ടൈം ഫ്രെയിം പ്രോപ്പർലി അലൈൻഡ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് എൻട്രി ടൈം ഫ്രെയിമിൽ വരുമ്പോഴത്തേക്കിനും ഒരു ഇൻറ്റേർണൽ MSS നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എൻട്രി പോയിൻ്റാണ്. നമ്മൾ എൻട്രി പോയിൻ്റ് നോക്കുമ്പം എവിടെ നിന്ന് എൻട്രി എടുക്കണം എന്നായിരിക്കും ഇനി കുറേ ആൾക്കാർക്ക് ഡൗട്ട്. സോ ഞാൻ നോർമലി 1 മിനിറ്റിലൊക്കെ വന്നെടുക്കാൻ നേരത്ത് കൂടുതലും കൺസിഡർ ചെയ്യാറ് ഈ പറയുന്ന MSS ആണ്. അല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു MSSൻ്റെ തൊട്ട് താഴെയായിട്ടുള്ള ആ ഒരു ഹൈ ടു ലോ പോയ ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ആ ഒരു റേഞ്ചിനെ ഞാൻ കൺസിഡർ ചെയ്യാറുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ എൻട്രിക്ക് കൺസിഡർ ചെയ്തത് ഈ ഒരു ഹൈ ടു ലോ പോയ ആ ഒരു റേഞ്ചിനെയാണ് ഞാൻ കൺസിഡർ ചെയ്തത്. സ്റ്റോപ്പ് ലോസ് ഞാൻ സേഫായിട്ട് ഈ ഒരു ലോയിൽ കൊണ്ടുവച്ചു. ദെൻ ടാർഗറ്റ് എന്ന് പറയുന്നത് 1 hourലെ ഏറ്റവും നിയറസ്റ്റ് ഹൈ, അതായത് ഇതാണ് 1 hourലെ ഏറ്റവും നിയറസ്റ്റ് ഹൈ. എന്തായാലും ഇനിയിപ്പം എൻട്രി എടുത്തതിന് ശേഷം മാത്രമേ ടാർഗറ്റ് വെക്കാവുള്ളൂ. എൻട്രി എടുത്തു, സ്റ്റോപ്പ് ലോസും സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ എപ്പോഴും നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ ഗൈസ്. കാരണം ചില സമയത്ത് നല്ല മൊമെൻറ്റും കാര്യങ്ങളും വരും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ അനാവശ്യമായിട്ട് വേസ്റ്റായി പോകും. സോ എപ്പോഴും ഓർക്കുക, എൻട്രി പോയിൻ്റ് സെറ്റ് ചെയ്യുക, ആദ്യമേ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക, ബിഫോർ ടാർഗറ്റ് എപ്പോഴും സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുക ഗൈസ്. ആൻഡ് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു 1 hour ഹൈ എന്നുള്ളത് വെക്കാം. യെസ്, അപ്പം നമ്മൾ ഒരു എൻട്രി പോയിൻ്റ് സെറ്റ് ചെയ്തു, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തു, ആൻഡ് നമുക്ക് നമ്മുടെ ടാർഗറ്റ് ആയിട്ടുള്ള ആ ഒരു 1 hour ഹൈ എന്നുള്ളത് നമ്മൾ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എൻട്രി വരാനായിട്ട്. എന്തായാലും നമുക്ക് എൻട്രി വരുന്നുണ്ടോ എന്ന് നോക്കാം. മാർക്കറ്റ് ഒന്ന് മുകളിലേക്ക് പോയി. ആ ഒരു സമയത്ത് ചാടിക്കയറി നിങ്ങൾ ഒരിക്കലും എൻട്രി എടുക്കല്. കാരണം മാർക്കറ്റിനെ ചേസ് ചെയ്യല് ഒരിക്കലും. മാർക്കറ്റ് നമുക്ക് എൻട്രി തരും. ഈ ഒരു പോയിന്റിൽ കറക്റ്റായിട്ട് മാർക്കറ്റ് 7 മണി ആ ഒരു സമയത്ത് മാർക്കറ്റ് കറക്റ്റായിട്ട് നമ്മുടെ എൻട്രി പോയിന്റിലേക്ക് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ് ഗൈസ്, നിങ്ങൾ ആ മാർക്കറ്റ് പോകുന്ന പോക്ക് കണ്ടോ? ആ ഒരു എൻട്രി പോയിന്റിലേക്ക് വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ആൻഡ് അതിന് ശേഷം മാർക്കറ്റ് നല്ല ഒരു പമ്പാണ് നമുക്ക് തന്നേക്കുന്നത്. ആൻഡ് നമ്മുടെ ടാർഗറ്റ് സക്സസ്ഫുള്ളായിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ആ ഒരു ട്രേഡിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എനി ഡൗട്ട്സ് ഓർ എനി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കമൻറ്റിൽ പോസ്റ്റ് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാം. സോ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഓർ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്ത് വെച്ചേക്കാം. എനി ഡൗട്ട്സ് നിങ്ങൾക്ക് അവിടെ തീർക്കാം. യെസ്, സോ ഇതുപോലത്തെ അടിപൊളി കണ്ടൻസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഗൈസ് ഫോർ മോർ. So observe, react and conquer guys.